വന്നിട്ടുള്ളത് ഈ ചുട്ടു പൊള്ളുന്ന ചൂടത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടത്തുള്ള നമ്മുടെ ദാഹവും ക്ഷീണവും ഒക്കെ പമ്പ കടക്കും. അപ്പോൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് മിൽമയുടെ തൈരാണ് കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത തൈര് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഒരു പുളിയുള്ള തൈര് എടുക്കാവും നല്ലത്. അപ്പോൾ നമ്മൾ നല്ല പുളിയുള്ള തൈരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. ഇതിപ്പോൾ മിൽമയുടെ തൈരായതുകൊണ്ട് അധികം വെള്ളമൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ് സംഭാരമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 3 ചെറിയുള്ളി മാത്രം എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാൻ. ഇനി ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. അപ്പോൾ നമ്മുടെ നാടൻ കാന്താരി മുളക് ഉണ്ടല്ലോ, ചീനാപ്പറങ്കി, അതുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനൊരു 4 കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സംഭാരമൊക്കെ ആകുമ്പോൾ കറിവേപ്പിലേൻ്റെ ഫ്ലേവർ മസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നാരങ്ങയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങയുടെ മരം ഉണ്ടെങ്കിലാണല്ലോ അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. പച്ചമുളകും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ വെള്ളം ചേർക്കാതെ നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് പിന്നെ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. കറക്കിയെടുക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് 2 നാരങ്ങയുടെ ഇല കൂടി ഒന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത് ചേർത്താൽ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്തതാണ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പിച്ചിട്ട് ഇട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ സംഭാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈരും നല്ല പോലെ തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, വെള്ളം നല്ല തണുപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഐസ് ക്യൂബൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചില്ലായിട്ട് തന്നെ കുടിക്കുക. അപ്പോൾ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ സംഭാർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ഫുള്ള് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്